എയറോളിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുള്ളത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഞങ്ങൾ പോകാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിൽ റാണിപുരം എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. ഇവിടെ നേരെ ഇനി ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ നേരെ ബസ് എടുത്തിട്ട് നേരെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും എൻ്റെ കൂടെ നമ്മുടെ സുഹൃത്ത് ഷാഫി, ഞങ്ങൾ രണ്ടുപേരാണ് അവിടേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. അതെ, നൈറ്റിൽ പിന്നെ ഇവന് തിരൂരിൽ നിന്നും ട്രെയിൻ കയറി. ഞാൻ ആ സെയിം ട്രെയിൻ തന്നെ എറണാകുളത്ത് നിന്ന് നേരെ കാഞ്ഞങ്ങാട്ടേക്ക് ടിക്കറ്റ് എടുത്തു. അങ്ങനെ രണ്ടുപേരും തിരൂരിൽ നിന്ന് മീറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഒരു നല്ല രീതിയിലുള്ള ചെറിയ ചാറ്റൽ മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ശാന്തമായിട്ട് നിൽക്കുകയാണ്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് നേരെ ഇനി ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ്. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ബസ്സുള്ളത് 8 മണിക്കാണ്. ഇപ്പോൾ ഏകദേശം സമയം 6:45 സമയമായി. അങ്ങനെ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചു. വീണ്ടും ഒന്ന് ഫ്രഷ് ആകുമ്പോഴത്തേന് നമുക്ക് ആ ഒരു ബസ്സിൻ്റെ ടൈമാകും. പിന്നെ അങ്ങനെ ഇവിടുന്ന് ബസ് കയറി പോവാം. എന്നിട്ട് ഷാഫി എനിക്കെന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. പനത്തടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റാണിപുരത്തൊക്കെയാണ് നമുക്ക് പോകേണ്ടത്. അവിടുന്ന് ഒരു പനത്തടിയിൽ നിന്ന് ഒരു 8-9 കിലോമീറ്റർ ഉണ്ടാവും. അവിടുന്ന് പിന്നെ ഒന്നുകിൽ ഓട്ടോ വിളിച്ച് അല്ലെങ്കിൽ അതുപോലെ തന്നെ ജീപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ പോവാം. അതല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് കാഞ്ഞങ്ങാടിൽ നിന്ന് 8 മണിക്ക് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ബസ് പോകുന്നത്. ഇതിൽ നമുക്ക് പോകാവുന്നതാണ്. ഞങ്ങൾ ഡയറക്റ്റ് ബസ്സല്ല കയറിയത്, ഞങ്ങൾ പാണത്തൂർക്ക് പോകുന്ന ബസ്സാണ് കയറിയത്. അതുകൊണ്ടാണ് പനത്തടി എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിലോട്ട് ഇറങ്ങിയത്. അവിടുന്ന് പിന്നെ ഒരു 8 കിലോമീറ്റർ പോയാൽ മതി ഈ പറഞ്ഞ സ്ഥലത്തോട്ട്. നമ്മുടെ ഷാഫിദ അടാറ് ഇപ്പം തലക്കൽ വിൻഡോ സീറ്റിന് അടുത്ത് സീറ്റിലെടുത്താണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ പനത്തടി ബസ് സ്റ്റോപ്പിലെത്തിട്ടോ. ഇനി ഇവിടുന്ന് ഒരു 9 മണിക്ക് പിന്നെ റാണിപുരത്തേക്ക് പോണ ബസ് ഇവിടുന്ന് 9 മണിക്ക് ഇവിടെ നിർത്തും. അത് 8 മണിക്ക് നമ്മളെ കാഞ്ഞങ്ങാട് നിന്ന് വരുന്ന ബസ് തന്നെയാണ്. 8 മണിക്കുള്ള കാഞ്ഞങ്ങാട് ബസ്സിന് വന്നാൽ മതിയായിരുന്നു. ഇതാകുമ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ സമയം കിട്ടും. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അതിനുള്ള സമയം നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇനി ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം മുകളിലേക്ക് പോകാൻ. അവിടെ കടകളോ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് കേട്ടത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേണ്ട ഭക്ഷണം കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, മുകളിലോട്ട് പോകാം. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് റാണിപുരത്തേക്ക്. ഇപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ 8:45. ഒരു 15 മിനിറ്റിനുള്ളിൽ ബസ് വരും. നമ്മളെ ബസ് വന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളിതാ ലക്ഷ്യസ്ഥാനത്തെത്തി. അങ്ങനെ റാണിപുരത്തെത്തി. ഇവിടെ നമ്മളെ ചോദിച്ചു ബസ് എപ്പോഴൊക്കെ ഉള്ളത്. പിന്നെ ബസ് ഇവിടെ പാർക്ക് ചെയ്ത് ബസ് ഇവിടുന്ന് 5 മിനിറ്റ് കഴിഞ്ഞ് ബസ് ഇവിടെ നിൽക്കും. പിന്നെ ഉള്ളത് വൈകിട്ട് 5 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഇവിടുന്ന് ഈ റോട്ടിൽ ഒരു 2 കിലോമീറ്റർ നടന്ന് ഫോറസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് താഴത്തേക്ക് പോകുന്ന ജീപ്പ് കിട്ടുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പെട്ടെന്ന് എത്തണം എന്നുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ ഈ ബസ് തിരിച്ച് ഇവിടുന്ന് ഇനി 5 മണിക്കേ ഉള്ളൂ. ഈ ബസ് ഇപ്പോൾ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഈ ബസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 5 മണിക്ക് മാത്രമേ ഇവിടുന്ന് ബസ്സുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രക്കിംഗ് പോയിൻറ്റിലേക്ക് എത്തട്ടോ. അവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പോവാം. ഇവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക. ടിക്കറ്റിൻ്റെ റേറ്റ് ഇതാണ് വരുന്നത്. ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഇതുവഴി മുകളിലോട്ട് അങ്ങനെ കയറി പോവാം. 2.5 കിലോമീറ്റർ മുകളിലോട്ട് ഇങ്ങനെ നടന്നു പോകാനുണ്ട്. ഷാഫിദ മുന്നിലായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ റാണിപുരം എക്കോ ടൂറിസം ട്രക്കിംഗ് ആരംഭിച്ചിട്ട് നമ്മളെ ഷാഫി ഫ്രണ്ടിലായിട്ട് ഇതങ്ങനെ നടന്നു പോകുന്നുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇവിടേക്ക് അലൗഡല്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ താഴെ ഏൽപ്പിച്ചിട്ട് വേണം മുകളിലോട്ട് കയറാൻ. ഒരു മുട്ടായിൻ്റെ കവറ് പോലും മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ നമ്മളെ ഷാഫി എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് സാധിക്കായിട്ട് അതൊന്നുമില്ല. വളരെ ചെറിയ നിസാരമായിട്ടുള്ള ഈ ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ എന്താ ആംബിയൻസ് അറിയാം. ഈ വഴിയിലൂടെ ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് എത്താൻ പറ്റും കേട്ടോ. നല്ലൊരു അന്തരീക്ഷം. കാരണം ഇപ്പം ഇങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴ പെയ്ത് ചോർന്ന് ഒലിച്ച ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് നല്ല ഇളം തണുപ്പുണ്ട്. നല്ല
എന്താ പറയുക, ചെറിയ രീതിയിലുള്ള കൂർത്ത കല്ലുകളുണ്ട്. അത് നമ്മളിങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കിയാൽ മതി. 2 പേർക്ക് 100 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഇവിടേക്ക് രാവിലെ 8:30 to 3 വരെയാണ് ഇവർക്ക് പ്രവേശനം കാര്യങ്ങളുള്ളൂ. ഒരു കിലോമീറ്ററൊക്കെ ഇങ്ങനെ നടന്ന് കഴിഞ്ഞിങ്ങനെ വന്ന സമയത്ത് ചെറിയ രീതിയിൽ വിശ്രമിക്കാനൊക്കെ ഉള്ള ചെറിയൊരു ഇരിപ്പിടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ കയറി ഇങ്ങനെ പോവാം. നല്ല രസമുള്ള ആംബിയൻസ്. ഏകദേശം നമുക്ക് ടോപ്പ് എത്തി തുടങ്ങി. ആ കാണുന്ന ഭാഗം ആണ് തോന്നുന്നു ടോപ്പ്. ഇങ്ങനെ നമ്മൾ കയറിതാ ഇതിൻ്റെ ടോപ്പ് എത്തി തുടങ്ങിട്ടോ. ഇപ്പം ഇങ്ങനെ സ്ട്രൈറ്റായിട്ടുള്ള വഴി കണ്ടു തുടങ്ങി. ഫുള്ള് ഭാഗം നല്ല രീതിയിൽ പച്ചപ്പുല്ലിങ്ങനെ വിരിച്ച് നിൽക്കുകയാണ്. എന്താ ഭംഗി, ഒരു രക്ഷയുമില്ലാത്ത കാഴ്ചകൾ. അതിൽ നല്ല ഇളം കാലാവസ്ഥ, നല്ല തണുപ്പ്. കോട മാത്രമല്ല, കോട വന്നോളും. റാണിപുരം മഴ പെയ്തു. എന്ത് അതിശക്തമായ മഴ, ഒരു രക്ഷയില്ലാത്ത മഴ. നല്ല രീതിയിൽ ഇതാ കോട ഇങ്ങനെ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ വീശി വരുന്നുണ്ട്. ഏകദേശം അതിശക്തമായിട്ടുള്ള കോടത ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കോടത ഈ ഭാഗത്തുനിന്നും ഏകദേശം ഇപ്പോൾ കാണാത്ത വിധത്തിൽ കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഈ ഒരു ഏരിയൻ്റെ വിസ്തീർണ്ണമാണ് ഈ കൊടുത്തിട്ടുള്ളത്. കന്നഡയാണ് എഴുതിയിട്ടുള്ളത്, അതുകൊണ്ട് കറക്റ്റായിട്ട് വായിക്കാൻ അറിയില്ല. കന്നഡ ಗೊತ್ತಿಲ್ಲ. ഈ ഭാഗത്ത് നോക്കട്ടോ, ഒരു രക്ഷയില്ലാത്ത കോട നല്ല രീതിയിൽ അടിച്ച് വീശി വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കോട. അങ്ങനെ ഞങ്ങളിതാ ഏകദേശം ടോപ്പ് ഭാഗത്താറായി. ചെറിയ രീതിയിലുള്ള പൊടിമഴ പെയ്തിട്ടുണ്ടായിരുന്നു. ആ മഴൻ്റെ ഇത് പോയി, എഫക്റ്റ് പോയി. അതിനുശേഷം ചെറിയൊരു ഇളം വെയിൽ വന്നു തുടങ്ങി. നല്ല രസമുള്ള കാലാവസ്ഥ കേട്ടോ. കാരണം നമുക്ക് തീരെ മടുപ്പ് തോന്നാത്തൊരു കാലാവസ്ഥയാണ്. മഴ ചെറിയ രീതിയിൽ പൊടിഞ്ഞിട്ട് നിന്ന്, മഴ ഫുൾ ടൈം നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഒരു വൈബ് ഉണ്ടാവില്ല. ഏതായാലും നല്ല രീതിയിലുള്ള നല്ലൊരു കാലാവസ്ഥ. ഇനി മുകളിലോട്ട് കയറി കഴിഞ്ഞാലുള്ള വ്യൂ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. നല്ല രീതിയിലുള്ള കോട ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നല്ല ചെറിയ രീതിയിലുള്ള കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടോപ്പ് എത്തിക്കഴിഞ്ഞാലുള്ള കാറ്റിൻ്റെ അവസ്ഥ, പിന്നെ ചുറ്റുഭാഗം നല്ല സറൗണ്ടിൽ നിന്ന് ഫുള്ള് നല്ല കിളികളുടെ ശബ്ദം കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നോക്ക്. ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് സൈലൻ്റാക്കി കഴിഞ്ഞാൽ ആ ശബ്ദം കേൾക്കാം. അപ്പോൾ പോവുകയും ചെയ്ത ശബ്ദം. അതാണ് പ്രശ്നം. നമ്മളൊരു ശബ്ദം കേൾപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ പക്ഷികളത് കറക്റ്റാക്കി മനസ്സിലാക്കി ആ ശബ്ദത്തെ നിർത്തുകയാണ് ചെയ്യുന്നത്. ഷാഫി എങ്ങനെയുണ്ട് നമ്മളുടെ ഈ സ്ഥലത്തെക്കുറിച്ച്, കാസർഗോഡ് ജില്ലയിലെ റാണിപുരത്തെക്കുറിച്ച് നിൻ്റെ ഒരു കാഴ്ചപ്പാട്? അവനക്കൊന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് വിഷ്വൽ ബ്യൂട്ടിയും നടത്തത്തിൽ ഭംഗിയും ഉള്ളത് കാരണമാണ് അവൻ അങ്ങനെ പറയുന്നത്. എന്നിരുന്നാൽ പോലും കുഴപ്പമില്ലാത്ത നല്ല ഭംഗിയും കാനനപ്പാതയിലൂടെയുള്ള ഈ നടത്തവും കണ്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇടം കൂടിയാണ് റാണിപുരം ട്രക്കിങ്. കുറച്ച് ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് റാണിപുരം. ഈ മഴക്കാലങ്ങളിൽ തന്നെ പരമാവധി വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു ആംബിയൻസും ആ ഒരു നല്ലൊരു ഭംഗിയൊക്കെ കാണാൻ പറ്റുക. ഇത് നമ്മൾ നടന്നു പോകാനുള്ള വഴിയാണിത്. ഇതിങ്ങനെ കയറി കുറച്ച് ചില ഭാഗത്ത് ഫുള്ള് പച്ചപ്പായിട്ടുള്ള സ്ഥലം, പിന്നെ ഇതുപോലത്തെ കുറച്ച് പാറ നിറഞ്ഞിട്ടുള്ള ഏരിയ, അങ്ങനെ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഇതിൻ്റെ കുറച്ച് ഭാഗം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കർണാടക സംസ്ഥാനം സ്റ്റാർട്ട് ചെയ്യും. നമ്മളെ കേരള പിന്നെ കർണാടക അതിർത്തിയാണ് ഈ റാണിപുരം എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങനെ ഏകദേശം ഞങ്ങൾ ഇതിൻ്റെ ഒരു ടോപ്പിലെത്തി തുടങ്ങി. ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഒരു രക്ഷയുമില്ലാത്ത വ്യൂ, ആ ഒരു മഴ തോർന്നൊലിച്ചുള്ളൊരു കാലാവസ്ഥ.
എല്ലാം കൊണ്ടും ഭംഗിയായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. അങ്ങനെ ഞങ്ങളിതാ ഇതിൻ്റെ ഏറ്റവും പീക്കിലെത്തി തുടങ്ങിട്ടോ. ഈ സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ കോട ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് കോട നിൽക്കുന്ന രംഗം കണ്ടില്ല നിങ്ങൾ? എന്താ ഭംഗി. അങ്ങോട്ട് നോക്കുമ്പോൾ അവിടുന്നും കോട, ചുറ്റുഭാഗം കോട. എന്താ ഭംഗി, രക്ഷയില്ല. അങ്ങനെ ഇതിൻ്റെ ടോപ്പ് എത്തിയപ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു കാറ്റ് വന്നു തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ മുകളിലോട്ട് പോകുന്നതോറും കാറ്റ് ഇങ്ങനെ കൂടി വരികയാണ്. ആ പുല്ലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു കാറ്റിൻ്റെ ശക്തി മനസ്സിലാവും. എന്താ ഭംഗി, നല്ല രസമുള്ള കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റാട്ടം കിട്ടുന്നു. നല്ല രീതിയിലുള്ള അട്ടൻ്റെ കടിയും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളതിന് പ്രതിരോധിക്കാനുള്ള വല്ല ഉപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ അട്ടൻ്റെ പണി നല്ല കിട്ടുന്നുണ്ട്. മഴ ചെറിയ രീതിയിൽ ചാറ്റിൽ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ കിട്ടുന്നത്. വെയിലുണ്ടാകുന്ന സമയത്ത് അട്ട കൂടുതലായിട്ട് പുറത്തേക്ക് വരുന്നില്ല. ഓരോരോ 5 സെക്കൻഡിലും ഓരോരോ പുതിയ കോടകൾ ഇങ്ങനെ അടിച്ച് വീശി വരുന്ന കാഴ്ചയായിട്ട് കാണുന്നത്. ഒരു രക്ഷയില്ല. കാലാവസ്ഥ ഇങ്ങനെ എല്ലാ സമയത്തും മാറി മറിഞ്ഞ് ഇങ്ങനെ നിൽക്കണം. നടന്ന് ഏകദേശം ഒരുപാട് നടന്നിട്ട് ഏകദേശം ഒരു 5-6 കിലോമീറ്ററോളം നടന്നിട്ടുണ്ടാവും. ഏറ്റവും പീക്കിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ എൻഡ് ചെയ്യുന്നില്ല. ഞാൻ വരച്ച് 2 കിലോമീറ്റർ നടന്ന സമയത്ത് ഇതിൻ്റെ അത് കഴിഞ്ഞു എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇതിങ്ങനെ ഈ മല നീണ്ട് നിവർന്ന് ഇങ്ങനെ നിൽക്കണം. ഓരോ ഭാഗങ്ങളിൽ കുത്തനെയുള്ള കയറ്റം, ചില ഭാഗത്ത് നിരപ്പായിട്ടുള്ള സ്ഥലം, അങ്ങനെയൊക്കെ പാടിയായിട്ടുള്ള ഒരു ട്രക്കിങ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല രീതിയിൽ റെസ്റ്റ് എടുത്ത് കയറുക. ഇങ്ങനെ ഞങ്ങളിതാ ഇതിൻ്റെ ഏറ്റവും ഹൈയസ്റ്റ് പീക്കിലെത്തിയിട്ടാ. ഇവിടുന്ന് കണ്ടില്ല നിങ്ങൾ കാണുന്ന കാഴ്ച, എന്ത് ഭംഗി, ഒരു രക്ഷയില്ല കേട്ടാ. അതിൻ്റെ മേലെ ഒരുപാട് ആൾക്കാർ നിന്നിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എല്ലാം നിരയായി എടുക്കുന്നുണ്ട്. നല്ല ഭംഗി. അങ്ങനെതാ ഞങ്ങൾ റാണിപുരത്തിൻ്റെ ഏറ്റവും ഹൈയസ്റ്റ് പീക്കിലെത്തി തുടങ്ങിട്ടോ. അപ്പം നിങ്ങൾ ഈ തൊട്ട് മുന്നിൽ ഫുള്ള് നമ്മൾ കയറുന്ന ഭാഗങ്ങൾ എല്ലാം ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടെ നല്ല അതിസുന്ദരമായിട്ടുള്ളൊരു പാറ, ആ പാറൻ്റെ മേലെ കയറിന്നിട്ട് കാണുന്ന വ്യൂ ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ട്രക്കിങ് കഴിഞ്ഞു. നേരെ റിട്ടേൺ തിരിച്ച് നമ്മൾ വന്ന വഴിക്ക് തന്നെ ഒരു 10 കിലോമീറ്റർ അങ്ങോട്ട് നടക്കുക. ആ ഒരു വൈബും കൂടി ആയാൽ ശുഭം. മജായി. കാസർഗോഡ് ഭാഷ പറഞ്ഞാൽ ട്രക്കിങ് മജ ഒരു രക്ഷയില്ലാതെ. ഏത് ഇവിടെ ഡോക്ടർമാരാ? ഇവിടെ മെഡിക്കൽ കോളേജല്ല. ഇവിടെ പെരിയ പറഞ്ഞേ. അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ട്രക്കിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നല്ല നടക്കാനുണ്ട്, അതാണ് പ്രശ്നം. അങ്ങനെ ഈ പാറൻ്റെ മുകളിൽ നിന്ന് കയറിയിട്ട് കാണുന്ന കാഴ്ചയായിട്ട് ഈ കാണുന്നത് നല്ല രസമുള്ള തണുത്ത കാറ്റ് അടിച്ച് വീശി വരുന്നുണ്ട്. നമ്മളെ കൂടെ വന്നവരൊക്കെ ഏകദേശം ആ ഒരു ടോപ്പിലെത്തി തുടങ്ങി. ഇവിടുന്ന് കിട്ടുന്ന ഈ കാറ്റ്, ഈ ആംബിയൻസ്, ഈ ഒരു കോട, അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഈ മഴക്കാലങ്ങളിൽ തന്നെ എന്ത് ചെയ്യണം, റാണിപുരം നിങ്ങൾ ട്രക്ക് ചെയ്ത് കയറണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു വൈബ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അസാധ്യമായിട്ടുള്ള കോടയും തണുപ്പും, എന്താ ആംബിയൻസ്, നല്ല കാലാവസ്ഥ വെച്ചാൽ. ഒരു 10 മിനിറ്റ് മുന്നേ നല്ല വെയിലുണ്ടായിരുന്നു, ആ വെയിൽ പോയി വീണ്ടും കോട വന്നു തുടങ്ങി. എന്നിട്ട് ഈ പാറപ്പുറത്ത് നമ്മൾ ആ വന്ന ക്ഷീണം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഈ പാറപ്പുറത്ത് നിന്നുകൊണ്ട് ക്ഷീണം ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്ന റിലാക്സ്, അത് കഴിഞ്ഞിട്ട് നേരെ റിട്ടേൺ ഇറങ്ങുക. പൊളിക്കും. നമ്മൾ ഇത്രയും ട്രക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ട് എത്തിയ സമയത്ത് നമുക്ക് കിട്ടുന്ന കാഴ്ച കേട്ടോ. ഈ ഒരു കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരത്തേക്ക് ട്രക്ക് ചെയ്ത് കയറിയിട്ടുള്ളത് കേട്ടോ. ഈ കിട്ടുന്ന സമയത്ത് ഈ ഭാഗത്ത് കാണുന്ന ഒരു കാഴ്ചയും ഈ സൈഡിൽ കാണുന്ന കാഴ്ചയും തമ്മിൽ ഇത് കണ്ടില്ല, ഡിഫറൻറ്റ് കണ്ടില്ല. അത്ര മാത്രം ഭംഗിയാണ് ഇവിടുന്ന് കിട്ടുന്ന കാഴ്ചകളും. അതിൻ്റെ ഇടയിൽ
നല്ല തണുപ്പ്, ഒരു രക്ഷയില്ല. എന്താ ഭംഗി. ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറിയ സമയത്ത് കിട്ടിയ കാഴ്ച, അതിൻ്റെ കൂടെ ഈ തണുത്ത കാറ്റ്, കോട, ഒരു വൈബ്. അങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിയപ്പോൾ സമയത്ത് ചെറുക്കന്മാരിതാ ട്രക്ക് ചെയ്തിട്ട് ഇതിന് മണ്ടയിലെത്തിയിട്ടുണ്ട്. നമ്മള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബിഗ് ഫാനാന്ന് പറയുന്നത്. സമയത്ത് മഴ, ഈ സമയത്ത് മഴ ഇങ്ങനെ പൊടിഞ്ഞ് പെയ്യുന്നുണ്ട്. അങ്ങനെതാ നമ്മളെ ഇവിടുന്ന് കണ്ട് പരിചയപ്പെട്ട സുഹൃത്തുക്കളാണ്. നിങ്ങളെ പേരെന്തായിരുന്നു? മുഹമ്മദ് ആനിഷ്. നിങ്ങളുടെ മലപ്പുറം. ഞാൻ മലപ്പുറം. ഞാൻ മലപ്പുറമാണല്ലോ. നിങ്ങളെവിടെ? മലപ്പുറം പരപ്പനങ്ങാടി. ഞാൻ തിരൂര്. അപ്പോൾ നമ്മളെ പരിസരത്തുള്ള ആൾക്കാർ തന്നെയാണ് ഇവർ. അങ്ങനെ അവന്മാരെ ഇതുപോലെ പരിചയപ്പെടാൻ പറ്റി. ഇതുപോലെ നമ്മളെ ഈ യാത്രക്കിടയിൽ ഒരുപാട് അപരിചിതരായ ആൾക്കാരുമായിട്ട് ഇങ്ങനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ഇതുപോലത്തെ നല്ല കാഴ്ചകൾ, നല്ല വിഷ്വലുകൾ. ഇപ്പോൾ ഇതാ കാലാവസ്ഥ പറ്റ മാറി. ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള കോട, എന്താ പറയുക, ഈ ഭാഗത്ത് നല്ല രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇപ്പോൾ അവിടെ നല്ല പെരും മഴയാണ് ആ ഭാഗത്ത്. അപ്പോൾ ആ മഴ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ഭാഗത്താണെങ്കിലോ നല്ല വെയിൽ. പക്ഷേ ഈ ഭാഗത്തു നിന്നുള്ള കാർമേഘങ്ങൾ അങ്ങോട്ടേക്ക് നീങ്ങി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെയും ഈ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നല്ല രസമുള്ള കാഴ്ച കേട്ടോ. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഈ മഴക്കാലങ്ങളിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക റാണിപുരം. ഇതുപോലത്തെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇത്രയും കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലോട്ട് നടന്ന് വരണം. അവിടുന്ന് 2 കിലോമീറ്റർ എന്നൊക്കെയുള്ള ബോർഡ് കാണും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 4-5 കിലോമീറ്ററോടെ നടക്കണം. അപ്പോഴാണ് ഇത്രയും നല്ല കാഴ്ചകളും ഇത്രയും നല്ല കാറ്റും ആംബിയൻസും എല്ലാം കിട്ടാം. അപ്പോൾ മഴ ഏകദേശം നല്ല രീതിയിൽ പൊടിഞ്ഞു തുടങ്ങി. ഏതായാലും റെയിൻകോട്ട് ഇടാം. ഏകദേശം ഞങ്ങൾ ഇവിടുന്ന് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇറങ്ങാൻ നല്ല രീതിയിലുള്ള മഴ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കയറുന്ന സമയത്ത് നല്ല രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. പോകുന്ന ട്രക്കിങ് കഴിഞ്ഞ് ഫിനിഷ് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള മഴ സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ ഷാഫി സാറ് ബാക്കി കാര്യങ്ങൾ പറയും. ഞാൻ വേറെ കാര്യങ്ങൾ പറയാനൊന്നുമില്ല. ജി ആ ഭാഗത്തേക്കുള്ള കോട വരുന്ന ഇത് കണ്ട ജി, വ്യൂ കണ്ട ജി, നോക്കൂ. ആ വരുന്ന കോടൻ്റെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടു. ഏത് അവൻ്റെ ഷൂ ഒക്കെ ഏകദേശം ചരിപ്പണമായി. എടാ ഇവിടെ ടെൻ്റ് അടിക്കാണെന്ന് അറിയിക്കും. ഇവിടെ 3 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടെ കാളെ തന്നെ കയറ്റി. രക്ഷയില്ലാത്ത കാഴ്ച കാണുന്നത്. എന്താ കാറ്റ് മക്കളെ. ഈ ഒരു തണുത്ത കാറ്റും കൊണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന വ്യൂ ആണ്. ഇപ്പോൾ ഈ ഒരു മഴ പെയ്ത സമയത്ത് കോട മൂടിയിട്ട് കാണാത്ത ഒരവസ്ഥ കാണുന്നത്. നേരത്തെ ഒരു മിനിറ്റ് മുന്നേ നിങ്ങൾ ഈ ഭാഗത്തെ വിഷ്വൽ കാര്യങ്ങൾ, അവിടെയുള്ള ചെറിയ ബിൽഡിങ്, റോഡ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഈ മഴയോടുകൂടി ആ ഒരു വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ പോയി, കോട നിറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്നാണ് കോട ഇങ്ങനെ അടിച്ച് വീശി വരുന്നത് കേട്ടോ. ഈ ഭാഗത്തെ കാഴ്ച വേറൊരു തരം. ഏതായാലും നമ്മളെ ട്രക്കിങ് ഫിനിഷ് ചെയ്ത് ഇനി ഇറങ്ങാം. ഇപ്പോൾ ചാറ്റൽ മഴ പെയ്ത കാരണം നല്ല രീതിയിലുള്ള അട്ടൻ്റെ പണി കിട്ടും നമുക്ക്. ഏതായാലും അതിൻ്റെ കടിയും കൊണ്ട് കീപ്പട്ട് കറങ്ങാം. അങ്ങനെ ഞങ്ങൾ ട്രക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പതിയെ ഈ ഒരു ചാറ്റൽ മഴയും കൊണ്ട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഞാൻ, ഷാഫി, പിന്നെ അതുകൂടെ ഇവിടുന്ന് പരിചയപ്പെട്ടുള്ള വേറൊരു സുഹൃത്ത്, ഇങ്ങനെ എല്ലാവരും കൂടിയാണ് നമ്മൾ ഇതിങ്ങനെ ഇറങ്ങി വരുന്നത് കേട്ടോ. ഞങ്ങളൊക്കെ ഒന്ന് എടുത്തോട്ടോ. അതാ ഇതാണ് ഷാഫി. ഇത് ഷാഫി പറമ്പിൽ. ഇത് നമ്മളെ മക്കരപ്പറമ്പിലുള്ള ഒരു സുഹൃത്ത്. എൻ്റെ സുഹൃത്തിൻ്റെ പേര് ഞാൻ മറന്ന്. അല്ല, എൻ്റെ പേര് ഞാൻ മറന്ന് അറിയാം. അഫ്നാൻ. ആശാന് ഇങ്ങനെ സോളോ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് പരിചയപ്പെട്ടതാണ്. നല്ല ആൾ എക്സാം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ വന്ന വഴിയിലൂടെ ഇങ്ങനെ പോയി
ഇവിടെ കോട വന്നു തുടങ്ങി. മഴ ഏകദേശം ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഈ സമയത്താണ് അട്ട നല്ല രീതിയിൽ ശരീരത്തിലേക്ക് കയറാൻ തുടങ്ങുക. മഴ ഏകദേശം പൊടിയിലൊക്കെ നിന്നിട്ടോ. ഇനി കിട്ടുന്ന കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയ്ക്ക് ഈ മഴ ഇങ്ങോട്ട് പോയതിൻ്റെ ശേഷം കിട്ടുന്ന വ്യൂ നല്ലൊരു വ്യൂ ആയിരിക്കും. ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഈ വിഷ്വൽസ് കോടൻ്റെ വിഷ്വൽസായിട്ട് ഈ കാണുന്നത്. നമ്മൾ ട്രക്കിങ്ങിനിടെ പരിചയപ്പെട്ട വേറെ സുഹൃത്തുക്കളാണത്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ, അറിയാത്ത പരിചയമില്ലാത്ത ആൾക്കാർ ഇതൊക്കെ നമുക്ക് ഇതുപോലെയുള്ള യാത്രകളിൽ ഇങ്ങനെ കിട്ടും. നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നമ്മൾ വന്ന വഴിയാട്ടത് ഇപ്പോൾ കാണുന്ന കാഴ്ച കണ്ടില്ല നിങ്ങൾ. പെട്ടെന്നാണ് നമ്മൾ എന്താ പറയുക ഇവിടുത്തെ പ്രകൃതിയുടെ സ്വഭാവം മാറുന്നത്, ഇതിൻ്റെ കാഴ്ചകൾ മാറുന്നത്. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ, നല്ല ഭംഗിയുള്ള കാഴ്ചകൾ, കോട നിറഞ്ഞ അന്തരീക്ഷം, എല്ലാം കൊണ്ടും അതിമനോഹരമായ കാഴ്ച. ഒരു എന്താ കോട. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. ഞാനൊന്ന് ചെറിയ രീതിയിലൊന്ന് ഷർട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ നടന്നു പോണ സമയത്ത് അത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് റെയിൻകോട്ട് ഊരിട്ട്. നല്ല ബാക്ക് സൈഡിൽ ഈ വരുന്ന പുള്ളകളൊന്നും കാണാൻ തന്നെ പറ്റുന്നില്ല. ട്രക്കിംഗ് ടീം തിരിച്ചു വരാണ്ട് നമ്മളെ ഗൈസുകളാണ് തിരിച്ചു വരുന്നത്. മിസ്റ്റർ ഷാഫി, ഡോക്ടർമാരൊക്കെ ഉണ്ട്. ഡോക്ടർമാരുണ്ട്, പട്ടാളക്കാരുണ്ട്, നേഴ്സുമാരുണ്ട്, എല്ലാവരും ടീച്ചർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഏകദേശം നമ്മളിങ്ങനെ ട്രക്കിങ് ഏകദേശം ഇങ്ങനെ പകുതി ദൂരം കൂടി നമ്മൾ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടോ. ഇനി കുറച്ചും കൂടി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രക്ക് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യും, തീരും. ആ സമയത്ത് ഇപ്പോൾ ബാക്ക് സൈഡ് ഫുള്ള് തെളിഞ്ഞു വന്നാൽ കോടൊക്കെ പോയി നല്ല രീതിയിൽ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഒരു 2 മിനിറ്റ് മുന്നേ വരെ ഈ ബാക്ക് സൈഡിലുള്ള വ്യൂവോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല കോട കൊണ്ട്. നമ്മുടെ ഷാഫിൻ്റെ നടത്തത്തിനൊക്കെ വളരെ സ്ലോ ആയി. അതിന് ചെറിയ രീതിയിലുള്ള അട്ടപ്പണി കൊടുത്തു എനിക്ക്. നല്ല രീതിയിലുള്ള അട്ടുണ്ട്. ഞങ്ങൾ ഏതായാലും കയ്യിൽ ഉപ്പ് കരുതിയില്ല. അത് നല്ല രീതിയിലുള്ള പണി കിട്ടി. അങ്ങനെ ഞങ്ങൾ ട്രക്കിങ് ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടോ. ഇനി ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും താഴത്തേക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താഴെത്തും. ഏകദേശം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ട്രക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 6 കിലോമീറ്ററോളം വൺ സൈഡ് ഉണ്ട് നടക്കാനായിട്ട്. 12 കിലോമീറ്ററോളം നല്ല രീതിയിൽ നടക്കാനുണ്ട്. ഇപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിയപ്പോൾ സമയത്ത് കണ്ടില്ല, ആകെ ഇരുണ്ട് മൂടിയൊരു പ്രതീകം കേട്ടോ. ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം. ഭയങ്കര ഭയാനകമായ നല്ല തിക്കോട് കൂടിയ കാട്. അങ്ങനെ നീണ്ട ഒരു 3-3.5 മണിക്കൂർ ട്രക്കിങ്ങിനൊടുവിൽ നമ്മൾ ട്രക്കിങ് ഫിനിഷ് ചെയ്തു. നമ്മളിതാ ഇതിൻ്റെ എൻട്രൻസ് ഭാഗത്തെത്തിക്കോ. നമ്മൾ ഷാഫി പുറകിലായി ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ജീപ്പോ കാര്യങ്ങളോ കിട്ടുമെന്ന് നോക്കട്ടെ. നമ്മൾ പനത്തടി എന്ന സ്ഥലത്തേക്ക് അവിടുന്ന് അങ്ങനെ കാഞ്ഞങ്ങാട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം ഒരു 10-12 കിലോമീറ്ററോളം ഉണ്ടായി നമ്മൾ ട്രക്കിങ്. ഏകദേശം ഒരു 3-3.5 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും നല്ലൊരു അനുഭവം തന്നെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഈ കാഴ്ചകൾ. ഇവിടുന്ന് കിട്ടിയിട്ടുള്ളൊരു സുഹൃത്താണിത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഷാഫി പറഞ്ഞു. ഷാഫി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ഇന്നത്തെ എക്സ്പീരിയൻസ്? വളരെ മികച്ച എക്സ്പീരിയൻസ് ആണ്. ഏതായാലും ഇന്നത്തെ നല്ലൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെ കിട്ടി. അത്യാവശ്യം നല്ല രീതിയിലുള്ള കോട കാര്യങ്ങളൊക്കെ കിട്ടി. നമുക്കൊരു പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ബായ്.